ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 3 ലെയർ കുർത്തിയാണ്. ജാസ്മിൻ ജാഫർ ധരിച്ച ഈ ഒരു കുർത്തിയുടെ റീക്രിയേഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 2.5 മീറ്റർ റയോൺ ഫാബ്രിക്കാണ്. ഇത് നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കിതിനാദ്യം 4 ഫോൾഡായിട്ട് മടക്കിയെടുക്കാം. ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് യോക്ക് പോർഷനാണ്. ഷോൾഡർ ലെങ്ത് വരുന്നത് 8 ഇഞ്ചസ് ആണ്. ആം ഹോൾ ലെങ്ത് വരുന്നത് 8 ഇഞ്ചസ് ആണ്. ബസ്റ്റ് ലെങ്ത് ടോട്ടൽ വരുന്നത് 36 ഇഞ്ചസ് ആണ്. ഇതിനെ 4 ഫോൾഡാക്കി മടക്കിയെടുക്കുമ്പോൾ 9 ഇഞ്ചസ് ആണ് കിട്ടുക. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. ഫ്രണ്ട് ഹാം ഹോൾ ഒന്നുകൂടി ഉള്ളിലേക്കൊന്ന് കുഴിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ യോക്ക് ലെങ്ത് 14 ഇഞ്ചസ് ആണ്. അതിലേക്ക് സീം അലവൻസും കൂടി കൂടിയിട്ട് ടോട്ടൽ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 9 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മെറ്റീരിയലിൻ്റെ മീറ്റർ റേറ്റൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഫ്രണ്ടിലെ ആം ഹോൾ ഒന്നും കൂടി ഉള്ളിലേക്ക് ഒഴിച്ചെടുത്തത് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ബോട്ടം പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 3 ലെയർ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറും 10 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ടോട്ടൽ 30 കിട്ടുന്ന രൂപത്തിൽ 10 ഇഞ്ചസ് പ്ലസ് 1 സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ചസ് ആയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 3 ലെയറിന് വേണ്ടിയിട്ട് ടോട്ടൽ 33 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് ഓരോന്നായിട്ടും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 3 ലെയറിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. വേസ്റ്റ് ലെങ്ത് ടോട്ടൽ 36 ആയിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ 4 മടക്കിയിട്ട് 9 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ വേസ്റ്റ് ലെങ്ത് 36 പ്ലസ് 15 ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറിലേക്കും 15 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് 9 ഇഞ്ചസ് വേസ്റ്റ് ലെങ്ത് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ലെയറാണ്. അതിനെ 4 മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ടോട്ടൽ ലെങ്ത് 36 എടുക്കുമ്പോൾ അതിലേക്കൊരു 15 ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറിനും പ്ലസ് 15 എക്സ്ട്രാ 15 ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ലെയറും കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ കിട്ടിയിട്ടുള്ളത് 36 പ്ലസ് 15. അപ്പോൾ അതിലേക്ക് 15 ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ 50 ആണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്നതൊക്കെ നമുക്ക് താഴെയുള്ള പോർഷനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനാണ്. അപ്പം അത് അങ്ങനെ മാറ്റി വെക്കാം. സെക്കൻഡ് ലെയർ വരുന്നത് ഈ 50ക്ക് പ്ലസ് 15 അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ 50 പ്ലസ് 15 65 കിട്ടണം ടോട്ടൽ. നമുക്ക് ഓരോന്നും ഫ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ട് എടുക്കുന്നത്. തേർഡ് ലെയർ വരുന്നത് 65 പ്ലസ് 15 അങ്ങനെ ടോട്ടൽ ലെങ്ത് 80 കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 3 ലെയറും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് യോക്ക് പോർഷൻ ടോട്ടൽ വേസ്റ്റ് ലെങ്ത്
36 ആയിരുന്നു. അതിലേക്ക് ഒരു 15 ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഫസ്റ്റ് ലെയർ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 50 ആണ്. അതിലേക്ക് വീണ്ടും 15 ആഡ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ 65 കിട്ടിയിട്ടുണ്ട്. തേർഡ് ലെയർ അതിലേക്ക് വീണ്ടും 15 ആഡ് ചെയ്തിട്ട് 18 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൂന്നും നമുക്കിനി ഫ്രില്ല് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ലെങ്ത്ത് ലൂസാക്കി കൊടുത്തിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലൂസിലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഫ്രില്ല് ആക്കി എടുക്കാം. നൂല് വലിച്ചിട്ട് നമ്മളെ ലെങ്ത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ വേസ്റ്റ് ലെങ്ത്ത് 36 ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ 36 കിട്ടുന്നത് വരെ നമുക്ക് ഈ ഒരു നൂല് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ലെയറുകളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ 3 ലെയറുകളും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 ലെയറുകളും ജോയിൻ ചെയ്തെടുക്കാം. ലെയറുകൾ ഓരോന്നായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നെക്ക് ഡീപ്പ് എടുത്തിട്ടുള്ളത് 6 ഇഞ്ചസ് ആണ്. ഇതൊരു കോളർ നെക്ക് ഡിസൈൻ പോലെയാണ് ചെയ്തെടുത്തത്. ഫുൾ കോളറല്ല, ഫ്രണ്ടിൽ മാത്രം ഒരു കോളർ പോലെ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു നെക്കാണ് ചെയ്തെടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് മാത്രമായിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോളർ നെക്കായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല വശം ഉള്ളിലാക്കിയിട്ട് നമുക്കത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഒന്ന് ഇളകി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഡീപ്പ് ഒന്ന് 6 ഇഞ്ചായിരുന്നു എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്നതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ എഡ്ജസ് കൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ് കൂടെ ഒക്കെ ഒന്നുകൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നല്ല വശം ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു എഡ്ജസ് കൂടെ ഒക്കെ ഒന്നും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് എടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമ്മൾ 2 സൈഡിലേക്കും ആ വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു കോളർ ഷേപ്പിലുള്ള ഒരു നെക്ക് കിട്ടും. ഇനി ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. നെക്ക് ഡീപ്പ് എടുത്തിട്ടുള്ളത് 2 ഇഞ്ചസ് ആണ്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചസ് ആണ്. നെക്കിന് അധികം ഇറക്കമൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെയാണ് 2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അതിൽ നമുക്കൊരു വരച്ചെടുത്തിട്ട് കർവ് പോലെ മുറിച്ചെടുക്കാം. ഇനി അതിലേക്ക് തന്നെ ഒരു പീസ് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു കോളർ പോർഷൻ നമുക്കൊന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല വൃത്തിയിൽ നിന്നോളും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. 4 മടക്കിയിട്ട് ടോട്ടൽ ഒരു 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ചൊന്ന് വരച്ചെടുക്കാം. ടോട്ടൽ സ്ലീവ് ലെങ്ത്ത് 14 എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു 12 വരുന്ന രൂപത്തിൽ അങ്ങ് വരച്ച് കൊടുക്കാം. ഇത് ഫ്രില്ല് ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് ലൂസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയും താഴെ പോർഷനിലൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രില്ല് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലീവ് ചെയ്തെടുക്കുന്നത്. സ്ലീവ് രണ്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ താഴെ ഭാഗത്തും കൂടി ഒന്ന് ഫ്രില്ല് ചെയ്തിട്ടൊന്ന് എടുക്കണം. എന്നിട്ട് എക്സ്ട്രാ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. അജ്വ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പിന്നെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ അവർ സമയത്തിന് എത്തിക്കും. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. വെറും 100 രൂപ ആണ് മീറ്ററിന് വരുന്നത്. അങ്ങനെ 2.5 മീറ്ററാണ് ഞാൻ ക്ലോത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. റയോൺ മെറ്റീരിയലാണ്, നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽസാണ്. അങ്ങനെ സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊരു പഫി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ലീവാണിത്. താഴെയും മുകളിലൊക്കെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ഫ്രില്ല് ചെയ്തിട്ടുള്ള ബോട്ടം പോർഷൻ അതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിൽ ഞാനൊരു ഷോക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഷോക്ക് വേണ്ടി മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Bye bye.